നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ഇന്ത്യൻ വംശജ സുനിത വില്യംസ് അടക്കമുള്ള 4-അംഗ സംഘം തിരികെ ഭൂമിയിലേക്ക്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇന്ത്യൻ സമയം രാവിലെ 10:37 ഡ്രാഗൺ പേടകം യാത്ര തിരിച്ചത്. നാളെ പുലർച്ചെ 3:27 ഫ്ലോറിഡയ്ക്കടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പേടകം ഇറങ്ങും. ഇനി ആ 4-അംഗ ശാസ്ത്ര സംഘം ഭൂമിയെ തൊടുന്ന നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണ്. And Houston Freedom Sketch 11. A couple of hours from now is on the Zenith or space-facing port of the Harmony module. The newly arrived Crew 10 crew docked early Sunday morning. നീണ്ട 287 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും മറ്റ് 2 ബഹിരാകാശ യാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്ര ആരംഭിച്ചു. 8 ദിവസത്തെ ദൗത്യത്തിനായി കഴിഞ്ഞ വർഷം ജൂണിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിന്റെ തകരാറ് മൂലം കഴിഞ്ഞ 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 8:15 ഡ്രാഗൺ പേടകവും നിലയവുമായി ബന്ധപ്പെടുത്തുന്ന കവാടം അടച്ചത്. 10:15 അൺഡോക്കിംഗ് ആരംഭിച്ചു. ബഹിരാകാശ നിലയവുമായുള്ള ബന്ധം 10:37 പൂർണ്ണമായി വേർപ്പെടുത്തി ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. At 10:24 p.m. Pacific time, and on your screen there we are getting ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:41 ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയയ്ക്ക് തുടക്കമാകും. തുടർന്ന് വേഗം കുറച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഡ്രാഗൺ പേടകം പ്രവേശിക്കും. 1600 ഡിഗ്രി സെൽഷ്യസ് താപനിലയെ അതിജീവിച്ചാണ് പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നത്. ഈ സമയത്ത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനേക്കാൾ 4 ഇരട്ടി ഗുരുത്വാകർഷണം യാത്രികർക്ക് അനുഭവപ്പെടും. തുടർന്ന് 4 പാരച്യൂട്ടുകൾ വിടരുകയും ഫ്ലോറിഡയ്ക്കടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പുലർച്ചെ 3:27 പേടകം പതിക്കുകയും ചെയ്യും. സ്പേസ് എക്സിന്റെ MV മാഗൻ എന്ന റിക്കവറി കപ്പൽ പേടകം വീണ്ടെടുത്ത് യാത്രികരെ കരയിലേക്ക് എത്തിക്കും. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നിക് ഹാഗിനെയും അലക്സാണ്ടർ ഗോർബിനോവിനെയും നിലയത്തിലെത്തിച്ച ഡ്രാഗൺ പേടകത്തിലാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും നിക് ഹാഗും അലക്സാണ്ടർ ഗോർബിനോവും മടങ്ങിയത്. ഏറ്റവുമധികം സമയം ബഹിരാകാശ നടത്തത്തിൽ ഏർപ്പെട്ട വനിത എന്ന റെക്കോർഡും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള 3-ാമത്തെ യാത്രയിൽ സുനിത വില്യംസ് സ്വന്തമാക്കിയിരുന്നു. റിസർച്ച് ഡെസ്ക് 24. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങുന്നത് ബഹിരാകാശ ദൗത്യങ്ങളിൽ ചില സുപ്രധാന നാഴികക്കല്ലുകൾ പിന്നിട്ടാണ്. ബഹിരാകാശ യാത്രയിൽ ഇരുവരുടെയും 3-ാം ഊഴമായിരുന്നു സ്റ്റാർലൈനർ ദൗത്യം. ബഹിരാകാശ ദൗത്യങ്ങളിൽ വലിയ പരിചയസമ്പത്തുള്ളവരാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും. 8 ദിവസത്തെ ദൗത്യത്തിനായി ബോയിംഗ് സ്റ്റാർലൈനറിൽ കഴിഞ്ഞ ജൂൺ 8 ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത്. ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇരുവരും ചേർന്ന് ഈ ദൗത്യത്തിൽ 12,13,47,491 മൈൽ ദൂരം താണ്ടിക്കഴിയും. 4,576 തവണ ഇക്കാലയളവിൽ ഭൂമിയെ വലം വച്ചു. ബഹിരാകാശ നിലയത്തിലെ വാസത്തിനിടെ 8 തവണ മറ്റ് ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഇരുവരും സാക്ഷ്യം വഹിച്ചു. 2024 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 2 പേരും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. 3 തവണയായി ആകെ 608 ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത്. 675 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ പെഗ്ഗി വിറ്റ്സൺ മാത്രമാണ് സുനിതയ്ക്ക് മുന്നിലുള്ളത്. ബുച്ച് വിൽമോർ ഇതുവരെയായി 464 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചു. 9 മാസം നീണ്ട ബഹിരാകാശവാസത്തിനിടെ സുനിത വില്യംസ് 2 തവണ ബഹിരാകാശത്ത് നടന്നു. ഔദ്യോഗിക ജീവിതത്തിൽ 9 തവണയായി 62 മണിക്കൂറും 6 മിനിറ്റും ബഹിരാകാശത്ത് നടന്ന സുനിത വില്യംസ് പുതിയ റെക്കോർഡും കുറിച്ചു. ബുച്ച് വിൽമോർ 5 തവണയായി 31 മണിക്കൂറും 2 മിനിറ്റും ബഹിരാകാശത്ത് നടന്നു. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉൾപ്പെടെ 4 പേരടങ്ങുന്ന സംഘം സ്പേസ് ഡ്രാഗൺ പേടകത്തിൽ നാളെ പുലർച്ചെ ഭൂമിയെ തൊടും. സയൻസ് ഡെസ്ക് 24. തേജസ് രാജിന്റെ മരണത്തിന്റെ നടുക്കം വിട്ടുമാറാതെ കൊല്ലം പുത്തൻതുറ ഗ്രാമം. ശാന്ത സ്വഭാവക്കാരനായ തേജസ് കൊലയാളിയായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല നാട്ടുകാർക്ക്. 30 വർഷങ്ങൾക്ക് മുമ്പാണ് SI രാജു കുടുംബമായി പുത്തൻതുറയിൽ താമസമാക്കിയത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തോട് നാട്ടുകാർക്കും ഏറെ ബഹുമാനവും സ്നേഹവുമായിരുന്നു. മക്കൾ 2 പേരും പഠിക്കാൻ മിടുക്കർ. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും തേജസ് രാജ് ഉണ്ണിയാണ്. എപ്പോഴും സന്തോഷവാനായി കാണാറുള്ള തേജസ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ദുഃഖിതനായിരുന്നു. ഇതിൽ പോകുമ്പോഴൊക്കെ നമ്മളെ ചേട്ടനൊക്കെ വിളിക്കും. അടുത്ത ഇച്ചിരി മാനസികമായ ഇച്ചിരി പ്രശ്നത്തിലായിരുന്നു ഞങ്ങൾ.
ഇപ്പം ഈ അടുത്ത കാലത്ത് ആരെടുത്തും വലിയ ചിരിയൊന്നുമില്ല. ബാങ്കിംഗ് പഠനകാലത്താണ് ഫെബിൻ്റെ സഹോദരിയുമായി തേജസ് സൗഹൃദത്തിലായത്. സൗഹൃദം പ്രണയത്തിന് വഴിമാറി. ഇവർ തമ്മിലെ ബന്ധം ഇരു വീട്ടുകാർക്കും അറിയാമായിരുന്നു. തേജസിന്റെ പുത്തൻതുറയിലെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ പെൺകുട്ടി എത്തിയിരുന്നു. ഈ വീടിൻ്റെ പാലുകാച്ചിന് വന്നായിരുന്നു, അല്ലാതെ വന്നിട്ടില്ല. ഞങ്ങൾ കണ്ടിരുന്നത്, ഞങ്ങൾ ഒരുമിച്ചിരുന്നു അന്ന് ഭക്ഷണം കഴിച്ചത്. ഫാമിലിയെല്ലാവരും സഹകരണമായിരുന്നു, രണ്ട് വീട്ടുകാരും. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ തേജസിന് അച്ഛനെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാനായിരുന്നു ആഗ്രഹം. എഴുത്തു പരീക്ഷ പാസ്സായെങ്കിലും കായിക പരീക്ഷയിൽ പുറത്തായി. ഇതിൽ ഏറെ നിരാശനായിരുന്നു. കൊലപ്പെടുത്താൻ തക്ക എന്തു വൈരാഗ്യമായിരുന്നു തേജസിന് ഫെബിനോട് ഉണ്ടായിരുന്നത്? ഇതിനായി പർദ്ദ ധരിച്ചെത്തേണ്ട സാഹചര്യം എന്തായിരുന്നു? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഫെബിൻ കൊലക്കേസിൽ ഉയരുന്നത്. കൊല്ലത്തു നിന്നും ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24 ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. SKN40. ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ലുലു മാളിലാണ് ഇപ്പോൾ SKNും സംഘവുമുള്ളത്. സലീം മാലിക് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സലീം, ടെക്നോ പാർക്കിൽ യാത്രയ്ക്ക് വരവേൽപ്പ് ലഭിച്ചു. ഇപ്പോൾ ലുലു മാളിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? സലീം. ഉന്മേഷ്, ഈ പര്യടനം SKN14 എന്ന പര്യടനം അത് 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വലിയ സ്വീകരണം എല്ലാ കോണിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഇപ്പോൾ അല്പസമയം മുൻപാണ് ടെക്നോ പാർക്കിൽ, തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ യൂത്തിൻ്റെ ഒരു വൈബ് ആസ്വദിച്ചുകൊണ്ട് തന്നെ ഈ ലഹരിക്കും അക്രമത്തിനുമെതിരായ ക്യാമ്പയിൻ അവർ ചെറുപ്പക്കാർ കൂടി ഏറ്റെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഇനി അടുത്ത പരിപാടി ലുലുമാളിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലുലുമാളിലാണ്. ഇവിടെ 2 മണിക്കാണ് സ്വീകരണ പരിപാടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയ പരിപാടി എന്ന നിലയിൽ തന്നെ നമ്മുടെ ആ ക്യാമ്പയിനോട് സഹകരിച്ചുകൊണ്ടാണ് ലുലു മാളും ഇതിനൊപ്പം എത്തുന്നത്. ഇന്ന് രാവിലെ വെഞ്ഞാറമൂട്ടിൽ നിന്ന് തുടങ്ങിയ ഈ പര്യടനം അത് അഫാന്റെ പിതാവിനും മാതാവിനും വീട് വെച്ച് നൽകാവുന്ന ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് കടന്നുപോയത്. അതിനുശേഷം ഈ ലഹരിക്കെതിരായ സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള നാടകം ഉൾപ്പെടെ കിളിമാനൂരിൽ വെച്ച് അരങ്ങേറി. അതിന് പിന്നാലെയാണ് ടെക്നോ പാർക്കിലേക്ക് പോയത്. ടെക്നോ പാർക്കിൽ നിന്നും വലിയ യുവജന പങ്കാളിത്തം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ നമ്മൾ കണ്ടതും ആ നിലയിലുള്ള വലിയ പങ്കാളിത്തമായിരുന്നു. ആളുകൾ പല കോണുകളിൽ നിന്നും പല പ്രായത്തിലുള്ള ആളുകളൊക്കെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി കടന്നു വരുന്നത്. ഇന്നും സമാനമാണ് കാഴ്ച. ആ നിലയിൽ നമ്മൾ പോയ സ്ഥലത്തൊക്കെ, പ്രത്യേകിച്ചും ടെക്നോ പാർക്ക് പോലെ ഒരു സ്ഥലത്തു നിന്നൊക്കെ വലിയ പിന്തുണ ഇതിന് ലഭിക്കുന്നു എന്നുള്ളത് തന്നെ വെറും 2 ദിവസം കൊണ്ട് തന്നെ ആ യാത്ര, പര്യടനം അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ കൂടി തെളിവാണ്. ഇന്ന് ലുലു മാളിന് ശേഷം ഇവിടെ നിന്നും 3:30 വർക്കലയിലേക്ക് പോകും. വർക്കലയിലേക്ക് പോയതിനു ശേഷം 4:30 ശിവഗിരി മഠത്തിൽ ഇതിൻ്റെ സന്ദർശനം ഉണ്ടാകും. അതിന് പിന്നാലെ പിന്നീട് ശാർക്കരയിൽ പൊതുചർച്ച, നാട്ടുകൂട്ടം ചർച്ച ഉണ്ട്. ആ ചർച്ച ലഹരിക്കെതിരെ പിടിമുറുക്കാൻ പ്രയാസമുണ്ടോ എന്നുള്ള പേരിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതിന് പിന്നാലെ പ്രൈം ടൈം വിത്ത് SKNോട് കൂടിയാണ് ഇന്നത്തെ യാത്ര സമാപിക്കുന്നത്. അതിനുശേഷം നാളെയോടുകൂടി പര്യടനം കൊല്ലം ജില്ലയിലേക്കും പ്രവേശിക്കും. ഉന്മേഷ്. സലീം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരം ലുലു മാളിൽ നിന്ന്. എറണാകുളം കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിക്കുമ്പോൾ പിടിയിലായ ഷാലിക്കിന് കമ്മീഷനായി ലഭിച്ചത് 6000 രൂപയാണ്. കൊച്ചിയിലെ വിവിധ ക്യാമ്പസുകളിലേക്കും പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് വിതരണം ചെയ്തിട്ടുണ്ട്. 18,000 രൂപയ്ക്കാണ് ഒരു ബണ്ടിൽ കഞ്ചാവ് ഷാലിഖ് വാങ്ങിയിരുന്നത്. ഇത് 24,000 രൂപയ്ക്ക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് കൈമാറും. 6,000 രൂപ ലാഭമായി ലഭിക്കുമെന്നാണ് ഷാലിഖിന്റെ മൊഴി. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിക്കുന്നത് മറ്റ് വിദ്യാർത്ഥികൾക്കും അറിയാമായിരുന്നു. കൊച്ചിയിലെ വിവിധ കോളേജ് ഹോസ്റ്റലുകളിലേക്കും ഷാലിഖ് കഞ്ചാവ് കൈമാറിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ പ്രധാന ഇടനിലക്കാരനായുള്ള അന്വേഷണം തുടരുകയാണ്. ആലുവയിൽ താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാരന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇയാളെ ഉടൻ പിടികൂടും എന്നാണ് ലഭിക്കുന്ന വിവരം. കേസിൽ ഒരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് ചോദ്യം ചെയ്തു. റെയ്ഡിന്റെ സമയത്ത് സാധനം സേഫല്ലേ എന്ന് ചോദിച്ച് ഫോണിൽ വിളിച്ച കോട്ടയം സ്വദേശിയെയാണ് ചോദ്യം ചെയ്തത്. എന്നാൽ ഇയാളെ പ്രതി ചേർക്കാനുള്ള തെളിവ് ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. 24 കൊച്ചി. സംസ്ഥാനത്ത് ലഹരിവേട്ട തുടർന്ന് പോലീസും എക്സൈസും ഇന്ന് കൊച്ചിയിലും കോഴിക്കോടും കഞ്ചാവും MDMAയും പിടികൂടി. 5 അതിഥി തൊഴിലാളികൾ പിടിയിലായി.
കൊച്ചിയിൽ ജോലിക്കെത്തിയ ബംഗാൾ സ്വദേശി രോഹൻ ഷെയ്ഖിൽ നിന്ന് 5 കിലോ കഞ്ചാവാണ് ഡാൻസ് ഓഫ് പിടിച്ചെടുത്തത്. പാലാരിവട്ടത്ത് 14 ഗ്രാം കഞ്ചാവുമായി മറ്റൊരു ഇതര സംസ്ഥാനക്കാരൻ എക്സൈസും പിടികൂടി. കോഴിക്കോട് 9 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് സ്വദേശികളായ ചന്ദ്രശേഖർ മൗര്യ, ഗ്യാൻദാസ് വർമ്മ എന്നിവരാണ് പിടിയിലായത്. തീക്കോയി വാഗമൺ റോഡ് സൈഡിൽ നിരോധിത പുകയില ഉൽപ്പന്നം കണ്ടെത്തി. റോഡരികിലെ കലുകിന് സമീപം 6 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത്. ചാക്കുകെട്ട് ഉപേക്ഷിച്ചവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 24 കൊച്ചി. ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ നിന്ന് നിലമ്പൂരിൽ എത്തിച്ച ലഹരിമരുന്നുമായി യുവാവ് പിടിയിൽ. 200 ഗ്രാം ഡ്രൈ ഹാഷിഷും 20 ഗ്രാം കഞ്ചാവുമായി കരുളായി സ്വദേശി ഷാറൂഖ് ഖാൻ അറസ്റ്റിലായത്. പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഓഫും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. കുറഞ്ഞ വിലയ്ക്ക് മണാലിയിൽ നിന്ന് ഹാഷിഷ് വാങ്ങി ഉയർന്ന വിലയ്ക്ക് നിലമ്പൂർ മേഖലയിലാണ് വിൽപ്പന നടത്തിയിരുന്നത്. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും. സിനിമകളിലെ വയലൻസ് സമൂഹത്തെ ബാധിക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി. വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളാണ് പുറത്തുവരുന്നത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ചലച്ചിത്രങ്ങളുടെ വയലൻസ് നിയന്ത്രിക്കാൻ ഇടപെടുന്നതിൽ ഭരണകൂടത്തിന് പരിമിതിയുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിർണായകമായ നിർദ്ദേശവും ഹൈക്കോടതി നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൊഴി നൽകാൻ താൽപ്പര്യമില്ലാത്തവരെ നിർബന്ധിക്കരുത് എന്നാണ് കോടതിയുടെ നിർദ്ദേശം. പ്രത്യേക അന്വേഷണ സംഘം ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ കോടതിയെ സമീപിക്കാം. മൊഴി നൽകാൻ നിർബന്ധിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഇടപെടൽ. പ്രയാഗ്രാജ് മഹാകുംഭമേള മഹാവിജയം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ. കുംഭമേള രാജ്യത്തെ ജനങ്ങളുടെ ഐക്യം ശക്തിപ്പെടുത്തി. കുംഭമേളയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളോട് നന്ദി പറഞ്ഞു. ചിക്കാഗോ സമ്മേളനത്തോടാണ് കുംഭമേളയെ പ്രധാനമന്ത്രി ഉപമിച്ചത്. महाकुंभ से अनेक अमृत निकले हैं. एकता का अमृत इसका बहुत पवित्र प्रसाद है. महाकुंभ ऐसा आयोजन रहा जिसमें देश के हर क्षेत्र से, हर एक कोने से आए लोग एक हो गए. लोग अहम त्याग कर वयम के भाव से. കുംഭമേളയുമായി ബന്ധപ്പെട്ട് ചർച്ച വേണമെന്ന ആവശ്യം സ്പീക്കർ നിരസിച്ചതിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നടുത്തളത്തിൽ ഇറങ്ങിയുള്ള പ്രതിഷേധത്തിൽ ലോക്സഭ തടസ്സപ്പെട്ടു. अपने सीट पे माननीय मंत्री जी जवाब देने वाले हैं. फिर बैठिए अपनी अपनी सीट पर. किसी को मौका नहीं मिलेगा. अगर बैठेंगे तो सीट पे मौका मिलेगा. आप जाइए अपनी अपनी सीट पे बैठिए. अगर आप नहीं बोलना चाहेंगे तो 1 बजे माननीय मंत्री जी भी जवाब देंगे. आपको फिर मैं आग्रह कर रहा हूं, जाइए अपनी अपनी सीट पे बैठिए. अगर आप अपनी सीट पर नहीं बैठेंगे तो 1 बजे माननीय मंत्री जवाब देंगे. तैयार है आप? नहीं बोलना आपको? चलिए. സഭ വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷ ബഹളം തുടരുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിലെ അതൃപ്തി തുറന്നു പറഞ്ഞ ജെ മേഴ്സിക്കുട്ടിയമ്മ. വനിതാ പ്രാതിനിധ്യം കുറഞ്ഞത് പ്രശ്നം തന്നെ എന്ന് പ്രതികരണം. CPIM സംസ്ഥാന കമ്മിറ്റിയിൽ VS അച്യുതാനന്ദൻ ഇപ്പോഴും ക്ഷണിതാവാണെന്നും വിവാദങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണെന്നും ജെ മേഴ്സിക്കുട്ടിയമ്മ കൂട്ടിച്ചേർത്തു. VS എപ്പോഴും ക്ഷണിതാവാണ്, ഇനിയും ക്ഷണിതാവായിരിക്കും. അതൊരു പുതിയ വിവാദം നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിനകത്ത് വിവാദം ഇല്ല. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം പാർട്ടിയിൽ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ കുറവാണ്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ആകെ ഒരാളാണ്. മറ്റു പാർട്ടികളുമായി താരതമ്യം അത് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ബസ്സിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവണൂർ സ്വദേശി അനിരുദ്ധൻ ആണ് മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ സൂരജ് സജിയാണ് തൃശൂരിൽ നിന്നും ചേരുന്നത്. സൂരജ്, എന്താണ് വിവരം? ഉന്മേഷ് 2 മാസമായി ഓടാതെ കിടന്നിരുന്ന ബസ്സിലാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ അവണൂർ സ്വദേശിയായിട്ടുള്ള അനിരുദ്ധനാണ് മരിച്ചത്. പോലീസ് ഇപ്പോൾ വിശദമായ പരിശോധന, അതായത് ഫോറൻസിക് സംഘം എത്തി ഇവിടെ പരിശോധന നടത്തുകയാണ്. ഈ ബസ്സിലെ ഡ്രൈവറുടെ ക്യാബിനോട് ചേർന്നുള്ള ഭാഗത്ത് ഈ കിടക്കുന്ന നിലയിലായിരുന്നു ഈ അനിരുദ്ധന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഈ അസ്വാഭാവിക മരണത്തിന് നിലവിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റുകയും ചെയ്യും. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും ഈ മരണകാരണം സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുക. എന്തായാലും അസ്വാഭാവിക മരണം മുൻനിർത്തിയുള്ള അന്വേഷണത്തിലേക്കാണ് നിലവിൽ തൃശൂർ പോലീസ് കടന്നിരിക്കുന്നത്. ഉന്മേഷ്, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.
നിയമസഭയിൽ ചർച്ചയായി ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റം. ഇടുക്കി ജില്ലയിലെ ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. മുഴുവൻ കയ്യേറ്റക്കാരെയും ഒഴിപ്പിക്കുന്ന നടപടികൾക്കായി പ്രത്യേക സംഘം രൂപീകരിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. രാഷ്ട്രീയ സമ്മർദ്ദം മൂലം കയ്യേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസാണ് കയ്യേറ്റം സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഇടുക്കിയിൽ ഭൂമി കയ്യേറ്റം ഇല്ലെന്ന് പറയുന്നില്ലെന്നായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം. എന്നാൽ കയ്യേറ്റക്കാരോട് വിട്ടുവീഴ്ചയില്ല. 24 പുറത്തുകൊണ്ടുവന്ന പരുന്തുംപാറ കയ്യേറ്റത്തിനെതിരെ സ്വീകരിച്ച നടപടി മന്ത്രി സഭയിൽ വിശദീകരിച്ചു. പരുന്തുംപാറയിൽ കയ്യേറ്റം ഉണ്ടെന്ന വാർത്ത വന്നതിനെ തുടർന്ന് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. അവിടെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടു. നിരോധനാജ്ഞ ലംഘിച്ച 7 പേർക്കെതിരെ ഇതിനകം ക്രിമിനൽ കേസുകൾ നടപ്പിലാക്കി കഴിഞ്ഞു. സാർ, ഇടുക്കിയിൽ കയ്യേറ്റക്കാരുടെ സ്വൈരവിഹാരമാണ് നടക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ് ഭൂമി കയ്യേറുന്നത്. ഇവരുടെ പേര് പറയാൻ പോലും സർക്കാരിനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. സർ, 2022 മുതൽ വില്ലേജ് ഓഫീസർ, താലൂക്ക് സർവേയർ അടക്കമുള്ള ആളുകൾ പീരുമേട് തഹസിൽദാർക്ക് നിരവധി റിപ്പോർട്ടുകൾ കൊടുത്തിട്ടും സർ ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. കയ്യേറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. ഇടുക്കിയിലെ കയ്യേറ്റമൊഴിപ്പിക്കലിൽ CPIM-നെ പരോക്ഷമായി വിമർശിച്ച CPI ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ. ഇടുക്കിയിൽ ചെറുതും വലുതുമായി 2 തരം കയ്യേറ്റമുണ്ടെന്നാണ് ചിലരുടെ അഭിപ്രായം. ചെറുകിടക്കാരുടെ പേര് പറഞ്ഞ് വൻകിടക്കാരെ സംരക്ഷിക്കാൻ ആർക്കും കഴിയില്ലെന്നും കെ സലിംകുമാർ പറഞ്ഞു. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് എന്താ, കയ്യേറ്റം 2 തരമുണ്ട് എന്നാണ്. അങ്ങനെ ഒരു തരമുണ്ടോ? ചെറിയ കയ്യേറ്റക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ആര് രംഗത്ത് വന്നാലും അതിനോട് അനുകൂലിക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കയ്യേറ്റ ഭൂമിയിൽ വൻകിട കെട്ടിടങ്ങൾ പണിയുവാൻ വേണ്ടി അനുമതി കൊടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പല്ലേ? എന്തിനാ ആരും മിണ്ടാത്തത്? മുനമ്പത്ത് വീണ്ടും സമരം ശക്തമാക്കാൻ ജനകീയ സമിതി. വസ്തുതകൾ കോടതിയെ ധരിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് വിമർശനം. അതേസമയം തുടർ നടപടികൾ എങ്ങനെ വേണം എന്നതിൽ തിരക്കിട്ട ആലോചനയിലാണ് സർക്കാർ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയതിനു പിന്നാലെ നിയമയുദ്ധവും സമരവും ശക്തമാക്കാനൊരുങ്ങുകയാണ് സമരസമിതി. തുടർ സമരങ്ങളിൽ സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനാണ് തീരുമാനം. കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും സമരസമിതിയുടെ ആരോപണം. ഇതും പ്രകാരം വാങ്ങിച്ചതിന്റെ പേരിൽ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കേണ്ടതായില്ല എന്ന അഫിഡാവിറ്റ് അഡ്വക്കേറ്റ് ജനറൽ കൊടുത്താൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടും. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ താൽക്കാലികമായിട്ട് പരിഹരിക്കപ്പെടും. അത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ആണ് ഞങ്ങളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് അംഗീകരിക്കുകയോ വഖഫ് ട്രിബ്യൂണലിന്റെ അന്തിമ ഉത്തരവിന് കാത്തിരിക്കുകയാണ് സർക്കാരിന് മുന്നിലുള്ള വഴി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനും ആലോചനയുണ്ട്. എന്നാൽ എന്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചെന്ന സിംഗിൾ ബെഞ്ചിന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ സർക്കാരിന് കഴിയാത്തത് തിരിച്ചടിയാകുമെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. 24 കൊച്ചി. മുണ്ടക്കെ ചുരൽമല ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. നഷ്ടപരിഹാരവും തൊഴിൽ ആനുകൂല്യവും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 22-ന് കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തും. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം. വയനാട്ടിൽ നിന്ന് സുജിത് അയ്യപ്പത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എലക്ഷൻ എസ്റ്റേറ്റിൽ ഈ മാസം 27-ാം തീയതി മുഖ്യമന്ത്രി തറക്കല്ലിടാൻ വേണ്ടി പോവുകയാണ്. ഇതിനിടയിൽ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ഒരുങ്ങുകയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ. ഇതിൽ പ്രധാനപ്പെട്ട കാരണം, ഇവർ ഉന്നയിക്കുന്ന കാരണം, തൊഴിലാളികൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി വേണം പുനരധിവാസ നടപടികൾ എന്നുള്ളതാണ്. ആ നടപടിയിലേക്ക് ഒരു വ്യവസ്ഥ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സമരം എന്നുള്ള തരത്തിലേക്ക് പോകാൻ കാരണം? അല്ല, ഭൂമി പുനരധിവാസത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നു എന്നുള്ളത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ സംയുക്ത ട്രേഡ് യൂണിയൻ എന്ന നിലക്ക് ജില്ലാ കളക്ടർക്കും ലേബർ കമ്മീഷനും മന്ത്രിക്കും എല്ലാം ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത് ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ തൊഴിലാളികളുടെ നിലവിൽ കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഔദ്യോഗികമായി തന്നെ ഇരുന്ന് ചർച്ച ചെയ്ത് വ്യവസ്ഥ ഉണ്ടാക്കണം. രണ്ടാമത്, ഈ ഏറ്റെടുക്കുന്ന ഡിവിഷനിലെ തൊഴിലാളികളെ അവിടെ നിന്ന് പിരിഞ്ഞു പോകണമല്ലോ. ആ തൊഴിലാളികളെ സംബന്ധിച്ച് എന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. അത് ചർച്ച ചെയ്യുന്നതിന് ഇതുവരെയുള്ള ഒരു സന്നദ്ധത മന്ത്രി നോട്ട് എഴുതി കൊടുത്താണ്. ഈ യോഗ അടിയന്തരമായി വിളിക്കണം എന്ന് പറഞ്ഞിട്ട് നോട്ട് എഴുതി കൊടുത്തിട്ട് 10-20 ദിവസമായി. എന്നിട്ട് പോലും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നത അധികാരികൾ അതിന് സന്നദ്ധത കാണിച്ചില്ല. ഇപ്പോൾ ഇന്നലെ വാർത്ത വന്നു സമരത്തിലേക്ക് പോകും എന്ന് വാർത്ത വന്നപ്പോഴാണ് 24-ാം തീയതി തിരുവനന്തപുരത്ത് യോഗം വിളിക്കുന്നത്.
തിരുവനന്തപുരത്ത് യോഗം വിളിക്കുന്ന തന്നെ ഒരു അഭംഗിയുണ്ട് അതിൽ. കാരണം ഇവിടുന്ന് മുഴുവൻ ട്രേഡ് യൂണിയൻ്റെ ആളുകളും തിരുവനന്തപുരത്ത് പോകണം. അതിന് പകരം ഇവിടുത്തെ റവന്യൂ അധികാരികൾ കൂടി പങ്കെടുക്കണമല്ലോ. അവരല്ലേ ഇതിൻ്റെ അളവും പണം കൊടുക്കുന്നതും ഒക്കെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടല്ലേ. ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ മാത്രം ഇരുന്നാൽ ഉണ്ടാക്കുന്ന ഉറപ്പിന് ഒരു ഉറപ്പുമില്ലാന്ന് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള വ്യവസ്ഥ ഞങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത്തരം ആളുകളെ കൂടി ഇരുത്തിക്കൊണ്ട് വേണ്ടി വന്നാൽ ജില്ലാ കളക്ടറെ അടക്കം ഇരുത്തിക്കൊണ്ട് ഇത്തരം കാര്യത്തിന് മാനേജ്മെൻറ്റിനെ ഇരുത്തി കൃത്യമായ വ്യവസ്ഥ ഉണ്ടാക്കണം. അപ്പോഴേ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കൂ. ഇപ്പോൾ പരിഹരിച്ചില്ലെങ്കിൽ ഈ തൊഴിലാളി അനാഥമാക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കും പരിപാടികളിലേക്കും നീങ്ങുന്നതിന് കാരണമായിട്ടുള്ളത്. എത്ര തൊഴിലാളികളാണ് ഇത് ബാധിക്കുന്നത്? 300ഓളം തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയമാണ് ഇത്. റവന്യൂ വകുപ്പ് വെറും അളവും ഈ സ്ഥലമെടുക്കുന്നതുമായി മാത്രമാണ് നടക്കുന്നത്. തൊഴിലാളികളുടെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു കാര്യം പോലും ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല. അവിടെ തൊഴിലാളികളുടെ പ്രശ്നം ബന്ധപ്പെട്ട ലേബർ കമ്മീഷണർ മുമ്പിലും ഡിസ്ട്രിക്ട് കളക്ടർക്കൊക്കെ ഇതിൻ്റെ ഈ വിഷയം ഞങ്ങൾ അറിയിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തത്. ഇത് പ്രത്യേകിച്ച് ഒരു ദുരന്തം നടന്നതുകൊണ്ട് ഞങ്ങൾ ട്രേഡ് യൂണിയൻ എന്നുള്ള നിലക്ക് അതിനൊരു തടസ്സം വരാൻ പാടില്ല എന്നുള്ള നിലക്കാണ് ഞങ്ങൾ എന്ത് ചെയ്ത് നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളെയും 300 തൊഴിലാളികളെ അനാഥരാക്കുന്ന വിധത്തിലേക്ക് ഈ വിഷയം പോകുമ്പോഴാണ് ശക്തമായ ഈ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. എന്തായാലും ഈ മാസം 22-ാം തീയതിയാണ് കളക്ടറേറ്റ് മുന്നിൽ പ്രതിഷേധം എന്നുള്ള തരത്തിൽ തന്നെയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ മുന്നോട്ട് പോകുന്നത്. 300ഓളം തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം, അതിന് ലേബർ വകുപ്പ് നേതൃത്വം നൽകണമെന്നുള്ള ആവശ്യമാണ് സംയുക്ത ട്രേഡ് യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ആശാ വർക്കേഴ്സിന്റെ സമരം തുടരുന്നതിനിടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരവുമായി അങ്കണവാടി വർക്കേഴ്സും പെൻഷനേഴ്സും സർക്കാർ ജീവനക്കാരായി പരിഗണിക്കുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. അതിനിടെ സമരത്തിന് ഇറങ്ങുന്നവർക്ക് ഓണറേറിയം നൽകില്ലെന്ന് ശിശുവികസന വകുപ്പ് ഉത്തരവിറക്കി. ആശമാരുടെ സമരം 37-ാം ദിവസം പിന്നിടുമ്പോഴാണ് തൊട്ടടുത്ത് സമാന ആവശ്യവുമായി അങ്കണവാടി തൊഴിലാളികളും സമരത്തിനിറങ്ങിയത്. കോൺഗ്രസ് അനുകൂല സംഘടനയുടെ പ്രധാന ആവശ്യം തൊഴിലാളികളെ ക്ലാസ് 4 ജീവനക്കാരായെങ്കിലും പരിഗണിക്കുക, ഓണറേറിയം പരിഷ്കരിക്കുക. നിലവിൽ സംസ്ഥാനത്തുള്ളത് 33,000 അങ്കണവാടി. 12,500 രൂപയാണ് കയ്യിൽ കിട്ടുന്ന ഓണറേറിയം, അതും ഗഡുക്കളായി. ഒരു മാസത്തിൽ 3 ഗഡുക്കളായിട്ട് ഈ 12,500 രൂപ തരുന്നു. അത് മാറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് 21,000 രൂപ തന്ന ക്ലാസ് 4 ജീവനക്കാരായി ഞങ്ങളെ അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി മുമ്പോട്ട് പോകും. ഞങ്ങൾ 45 വർഷമായി ഞങ്ങൾ ഈ ജോലിയിൽ തുടരണം. നല്ല കാലങ്ങളെല്ലാം ഇതിനു വേണ്ടി വിനിയോഗിച്ച് ഞങ്ങൾ. അതിനിടെ സമരത്തിനിറങ്ങുന്ന തൊഴിലാളികൾക്ക് ഓണറേറിയം നൽകില്ലെന്നും അങ്കണവാടിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഉത്തരവിറക്കി. പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് അങ്കണവാടി പെൻഷനേഴ്സ് സമരം നടത്തുന്നത്. 2,500 രൂപയാണ് വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്കുള്ള പെൻഷൻ. വിഷയം സഭയിൽ ഉന്നയിക്കുമെന്ന് മാത്യു കുഴൽനാടൻ MLAയും അറിയിച്ചു. 24 തിരുവനന്തപുരം. കണ്ണൂർ പാപ്പിരിശ്ശേരിയിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം എന്ന് പോലീസ്. കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. തമിഴ്നാട് സ്വദേശികളായ മുത്തു, അക്കലു ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. 5 പേർ ഒരുമിച്ചു കിടന്നിരുന്ന മുറിയിൽ നിന്ന് രാത്രി 10 മണിയോടെ കുഞ്ഞിനെ കാണാതാവുന്നു. രാത്രി ശുചിമുറിയിൽ പോയി തിരിച്ചെത്തിയ പിതൃസഹോദരന്റെ മകളാണ് കുട്ടിയെ കാണാനില്ലെന്ന് മറ്റുള്ളവരെ അറിയിച്ചത്. അടുത്ത മുറികളിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തി. ഇതിനിടെ കിണറ്റിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. കുട്ടീനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരച്ചിലെല്ലാം ഉണ്ടായതിനു ശേഷമാണ് പരിതാൻ തുടങ്ങിയെന്ന് പറഞ്ഞത്. അവിടെ ഇവിടെയെല്ലാം പരിധി, എല്ലാവരും കൂടി പരിധി. ലാസ്റ്റ് കിണറിൽ നോക്കുമ്പോൾ കുട്ടി കമന്ന് കിടന്നിട്ടാണ് ഉണ്ടായത്. എന്നിട്ട് 2 പയ്യൻ എടുത്ത് കിണർ കഴിഞ്ഞ് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പ്രാഥമിക അന്വേഷണത്തിൽ കൊലപാതകമെന്നാണ് പോലീസിന്റെ നിഗമനം. 4 മാസ കുട്ടി, കുറച്ച് സസ്പീഷൻ ഉണ്ടാവും. ഇതേക്കുറിച്ച് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പോയിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റും പിന്നെ സയൻറ്റിഫിക് പിന്നെ PMC എല്ലാം കിട്ടുന്ന അതിലതും കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതും പറയാൻ പറ്റും. കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. കുട്ടിയുടെ പിതാവ്, മാതാവ്, സഹോദരന്റെ മക്കൾ എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തു. അടച്ചിട്ട വീട്ടിൽ നിന്ന് കുടുംബം അറിയാതെ കുഞ്ഞ് പുറത്തു പോവില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. 24 കണ്ണൂർ. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. സഹോദരൻ അഫ്സാന്റെയും പെൺസുഹൃത്ത് ഫർസാനുടെയും കൊലക്കേസുകളിലാണ് പേരുമലയിലെ വീട്ടിൽ ഉൾപ്പെടെ 7 ഇടങ്ങളിൽ തെളിവെടുപ്പ്. കൊലപാതക രീതി അഫാൻ പോലീസിനോട് വിശദീകരിച്ചു. സഹോദരൻ അഫ്സാന്റെയും പെൺസുഹൃത്ത് ഫർസാനയുടെയും കൊലപാതകങ്ങളിലെ തെളിവെടുപ്പാണ് ഇന്ന് നടന്നത്. രാവിലെ 9:30 പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം കൊലപാതകം നടന്ന
പേരുമലയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ സാജിദയെയും കൊന്നതിന് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയാണ് അഫാൻ ഔസാനെയും ഫർസാനെയും അടിച്ചു വീഴ്ത്തിയത്. വീട്ടിലേക്ക് കയറിയ വിധവും കൊലപാതക രീതിയും പ്രതി പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. ഇതിനുശേഷം സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എലിവിഷം വാങ്ങിയ കടയിലും തെളിവെടുപ്പ് നടന്നു. പെപ്സി, മുളകുപൊടി, ചുറ്റിക, ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും പോലീസ് ഒരിക്കൽ കൂടി പ്രതിയെ എത്തിച്ചു. ഫർസാനയെ ബൈക്കിൽ കൂടെ കൂട്ടിയ വഴിയിൽ തെളിവെടുത്ത ശേഷം പ്രതിയെ തിരികെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. 3 കേസുകളിലെയും തെളിവെടുപ്പ് പൂർത്തിയായതിനാൽ വേഗത്തിൽ കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. മൂവാറ്റുപുഴ ഇലഞ്ഞിയിൽ ജനക്കൂട്ടത്തിനിടയിലൂടെ അപകടകരമായി വാഹനം ഓടിച്ച യുവാക്കൾ അമൽ ജോഷി, ആദിത്യൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എസ് ശ്യാംകുമാറുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, ഇതെപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ. ഉന്മേഷ്, ഇന്നലെ രാത്രി 10:30 കൂടിയിട്ടാണ് ഇലഞ്ഞി പെരുമ്പടവം ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്ന ആളുകൾക്കിടയിലൂടെ ഈ അമൽ, ആദിത്യൻ എന്നീ പറയുന്ന 2 പേർ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ഭീതി സൃഷ്ടിച്ചത്. അപകടകരമായി യുവാക്കൾ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഈ വാഹനം തടയാൻ ശ്രമിച്ചുവെങ്കിലും അവർക്കിടയിലൂടെ വാഹനം ഓടിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ തന്നെയാണ് ഈ വാഹനം തടഞ്ഞിടുകയും യുവാക്കളെ പോലീസിന് കൈമാറുകയും ചെയ്തത്. 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. കൂത്താട്ടോളം പോലീസാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൾക്ക് ഇന്ന് ജാമ്യം നൽകി വിട്ടയച്ചു. ഇവരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിനടക്കം നടപടികൾ ഉണ്ടാകുമെന്നാണ് കൂത്താട്ടോളം പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കുറ്റ്യാടി ചുരത്തിൽ കാട്ടാന ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വയനാട് സ്വദേശികളായ കാർ യാത്രക്കാർ. വാളാട് പുത്തൂർ വള്ളിയിൽ വീട്ടിൽ റിയാസാണ് കാർ ഓടിച്ചിരുന്നത്. ഇവർക്ക് നേരെ കാട്ടാന പാഞ്ഞടിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 6:30യോടെയാണ് സംഭവം. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ബന്ധുവുമായി വയനാട്ടിലേക്ക് വരികയായിരുന്നു റിയാസ്. ഇതിനിടയിലാണ് റോഡിൽ നിന്നിരുന്ന കാട്ടാന പാഞ്ഞെടുത്തത്. ഞങ്ങൾ മുന്നിൽ വന്ന് കുറച്ചു മുന്നേ തന്നെ ആനയെ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വണ്ടി സൈഡാക്കി അവിടെ നിർത്തി. പെട്ടെന്നാണ് ആന ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മൾ അവിടെ വീതി കുറവ്, ആന ഇങ്ങോട്ട് പോരാന്നറിയാം. വളരെ തന്നെ ഇന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. വണ്ടിക്ക് ടച്ച് ചെയ്ത് കുറച്ചൊന്ന് പുറകോട്ടേക്ക് തള്ളി. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് താഴേക്ക് വന്നു. കാറിന് നേരിയ തകരാറുണ്ടായി എന്നതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളില്ല. കുറ്റ്യാടി ചുരത്തിൽ അപൂർവമായി മാത്രമാണ് കാട്ടാനകളെ കാണാറുള്ളത്. 24 വയനാട്. ഇടുക്കി വണ്ടിപ്പെരിയാറിനടുത്ത് അരണക്കല്ലിൽ വെടിവെച്ച് കൊന്ന കടുവയുടെ പോസ്റ്റ്മോർട്ടം തുടങ്ങി. തേക്കടി രാജീവ് ഗാന്ധി പ്രകൃതി പഠന കേന്ദ്രത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡപ്രകാരം രൂപീകരിച്ച പ്രത്യേക സമിതിയുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ. 3 വെറ്ററിനറി ഡോക്ടേഴ്സ് അടങ്ങിയ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. മയക്ക് വെടിക്കിടെ ദൗത്യസംഘത്തെ ആക്രമിച്ചപ്പോഴാണ് കടുവയെ വെടിവെച്ച് കൊന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് കാണാതായ 13-കാരിയെ ബംഗളൂരുവിൽ കണ്ടെത്തി. പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധുവായ യുവാവിനെ പോലീസ് പിടികൂടി. ഇരുവരെയും ഉടൻ നാട്ടിലെത്തിക്കും. പുതുപ്പാടി ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കഴിഞ്ഞ 11-ാം തീയതിയാണ് കാണാതായത്. പരീക്ഷ എഴുതാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പെൺകുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു. ബന്ധുവായ യുവാവിനെയും ഇതേ ദിവസം കാണാതായി. രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ 14-ാം തീയതി തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് സമീപത്തെ ലോഡ്ജിൽ മുറിയെടുക്കാൻ ഇരുവരുമെത്തി. രേഖകൾ ഇല്ലാത്തതിനാൽ മുറി നൽകാതിരുന്ന ലോഡ്ജ് ജീവനക്കാർ കാര്യമറിഞ്ഞതോടെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറി. തൃശൂരിൽ നിന്നും മുങ്ങിയ ഇരുവരെയും സംബന്ധിച്ച് പിന്നീട് വിവരങ്ങളൊന്നും ലഭിച്ചില്ല. ഇതിനിടെയാണ് ഇന്ന് പുലർച്ചെ ഇരുവരെയും ബംഗളൂരുവിൽ കണ്ടെത്തിയതായി കർണാടക പോലീസ് അറിയിച്ചത്. താമരശ്ശേരി പോലീസ് ബംഗളൂരുവിലേക്ക് തിരിച്ചിട്ടുണ്ട്. ബന്ധുവായ യുവാവ് നേരത്തെ ഈ പെൺകുട്ടിയുമായി യാത്ര നടത്തുകയും സംഭവത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് 13-കാരിയുമായി വീണ്ടും യുവാവ് നാടുവിട്ടത്. ഇരുവരെയും അന്വേഷണ സംഘം ഉടൻ താമരശ്ശേരിയിലെത്തിക്കും. 24 കോഴിക്കോട്. അന്തരിച്ച ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെ തൃപ്പൂണിത്തറ പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. നാളെ രാവിലെ 9 മണി മുതൽ 11 വരെ എറണാകുളം ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് തൈക്കുടത്തെ വീട്ടിലാണ് സംസ്കാര ചടങ്ങ്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. വർഗീയ സംഘർഷത്തെ തുടർന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. തുടർ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിരവധി പേരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. അതേസമയം സംഘർഷത്തിൽ പരസ്പരം പഴിചാരുകയാണ് ഭരണ പ്രതിപക്ഷങ്ങൾ. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് നാഗ്പൂരിൽ ഇരു വിഭാഗങ്ങളും ഏറ്റുമുട്ടിയത്.
കല്ലേറിലും തീവയ്പിലും നിരവധി പേർക്ക് പരിക്കേറ്റു. കടകൾ തകർക്കപ്പെട്ടു. വാളുകളും പെട്രോൾ ബോംബുകളും അക്രമകാരികൾ ഉപയോഗിച്ചു. കണ്ണീർവാതകം പ്രയോഗിച്ചും അക്രമകാരികളെ കസ്റ്റഡിയിലെടുത്തുമാണ് സംഘർഷത്തെ പോലീസ് നേരിട്ടത്. രാത്രി 11 മണിക്ക് ഹൻസ്പുരി മേഖലയിലും അക്രമ സംഭവങ്ങൾ ആവർത്തിച്ചു. പിന്നാലെയാണ് ഈ മേഖലകളിലെല്ലാം പോലീസ് കർഫ്യൂ പ്രഖ്യാപിച്ചത്. മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും ഇന്നലെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തിയിരുന്നു. നാഗ്പൂരിൽ നടന്ന പ്രതിഷേധത്തിനിടെ മറ്റൊരു സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ചില കാര്യങ്ങൾ നടന്നു എന്ന പ്രചാരണമുണ്ടായി. ഈ അഭ്യൂഹം വിശ്വസിച്ചവർ സംഘടിച്ചതോടെയാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. സർക്കാർ സ്പോൺസേഡ് ആക്രമണമാണ് നടന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സംഘർഷ സാധ്യതയുണ്ടായിട്ടും എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ലെന്നാണ് ചോദ്യം. എന്നാൽ കുറ്റക്കാർ കോൺഗ്രസ് എന്ന് BJP നേതാക്കളും ആരോപിക്കുന്നു. അതേസമയം ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കുന്നതിനെ പിന്തുണച്ചിരുന്ന മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെ നിലപാട് മാറ്റി. ഔറംഗസേബിനെ എതിർക്കുന്നുണ്ടെങ്കിലും ചരിത്രശേഷിപ്പ് എന്ന നിലയ്ക്ക് സംരക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞു. 24 മുംബൈ. സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന ക്യാമ്പസ് ജാഗരൺ യാത്രയിൽ പങ്കെടുക്കാത്തതിൽ മലപ്പുറം KSUവിൽ കൂട്ട നടപടി. 40 ജില്ലാ ഭാരവാഹികളെയും 10 ബ്ലോക്ക് പ്രസിഡന്റുമാരെയും സസ്പെൻഡ് ചെയ്തു. നടപടി നേരിട്ടവർ നൽകുന്ന വിശദീകരണം യാത്രയ്ക്ക് ശേഷം പരിശോധിക്കും. ലഹരി മാഫിയയ്ക്കെതിരെ വിദ്യാർത്ഥി മുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറിന്റെ നേതൃത്വത്തിൽ ക്യാമ്പസ് ജാഗരൺ യാത്ര നടത്തുന്നത്. മലപ്പുറത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു പരിപാടി. ഇതിൽ പങ്കെടുക്കാത്ത നേതൃസ്ഥാനത്തിരിക്കുന്നവർക്കെതിരെയാണ് കൂട്ട നടപടി ഉണ്ടായിരിക്കുന്നത്. 66 ജില്ലാ ഭാരവാഹികളിൽ 40 പേരെയും സസ്പെൻഡ് ചെയ്തു. 10 ബ്ലോക്ക് പ്രസിഡന്റുമാർക്കെതിരെയും നടപടിയെടുത്തു. കോഴിക്കോടും കണ്ണൂരുമടക്കം യാത്രയിൽ പങ്കെടുക്കാത്തവർക്കെതിരെ നടപടി ഉണ്ടായെങ്കിലും കൂട്ടമായി സസ്പെൻഡ് ചെയ്യുന്നത് മലപ്പുറത്താണ്. നടപടി നേരിട്ടവർ നൽകുന്ന വിശദീകരണം യാത്രയ്ക്ക് ശേഷം പരിശോധിക്കും. കാരണത്തിനൊപ്പം കൃത്യമായ തെളിവുകളും വേണമെന്ന് KSU നേതൃത്വം പറയുന്നു. നാളെ തിരുവനന്തപുരത്താണ് ക്യാമ്പസ് ജാഗരൺ യാത്രയുടെ സമാപനം. 24 മലപ്പുറം. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിൽ NSSനെ സഹായിച്ച് സർക്കാർ. ഭിന്നശേഷിക്കാർക്കായി അധ്യാപക പോസ്റ്റ് നീക്കിവെച്ചാൽ ആ സ്കൂളിലെ മറ്റ് അധ്യാപക തസ്തികകൾ സ്ഥിരപ്പെടുത്താമെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ മറവിലാണ് സർക്കാർ നീക്കം. NSS മാനേജ്മെന്റ് സ്കൂളുകൾക്ക് അനുകൂലമായി സർക്കാർ ഉത്തരവിറക്കിയതിൽ പ്രതിഷേധവുമായി എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി. 3% സീറ്റ് ഭിന്നശേഷിക്കാർക്ക് നീക്കിവച്ചാലേ എയ്ഡഡ് സ്കൂളിലെ അംഗീകാരമില്ലാത്ത അധ്യാപകരെ സ്ഥിരപ്പെടുത്തുവെന്നായിരുന്നു സർക്കാരിന്റെ മുൻ നിലപാട്. ഇത് കാരണം കഴിഞ്ഞ 5 വർഷമായി എയ്ഡഡ് അധ്യാപക നിയമനം അനിശ്ചിതത്വത്തിലായിരുന്നു. തടസ്സമായി കോടതി വിധി ഉണ്ടെന്ന ന്യായമായിരുന്നു ഇതുവരെ സർക്കാർ പറഞ്ഞിരുന്നത്. അനിശ്ചിതാവസ്ഥ സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് NSS മാനേജ്മെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇത് അംഗീകരിച്ചാണ് ഭിന്നശേഷിക്കാർക്കായി അധ്യാപക പോസ്റ്റ് നീക്കിവച്ചാൽ ആ സ്കൂളിലെ മറ്റ് അധ്യാപക തസ്തികകൾ ക്രമപ്പെടുത്താമെന്ന് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ വിധി വളച്ചൊടിച്ചാണ് NSS മാനേജ്മെന്റിന് അനുകൂലമായി സർക്കാർ നീങ്ങിയത്. ഉത്തരവ് സാമൂഹ്യ നീതിയുടെ നിഷേധമാണെന്ന് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. സുപ്രീം കോടതി വിധി പറഞ്ഞ കേസ് NSS നൽകിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ഉത്തരവിറക്കിയതിന് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. ഈ വിധി സമാന പ്രശ്നങ്ങൾ നേരിടുന്ന മറ്റു സ്കൂളുകൾക്കും ബാധകമാണെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവിലുണ്ടായിട്ടും സർക്കാർ ഇത്തരത്തിൽ ഉത്തരവിറക്കിയത് ദുരൂഹമാണെന്നും അധ്യാപക സംഘടനകൾ ആരോപിച്ചു. സമാന ആവശ്യം മറ്റു മാനേജ്മെന്റുകളും ഉന്നയിച്ചിരിക്കെയാണ് ഒരു വിഭാഗത്തെ സഹായിക്കാനുള്ള സർക്കാർ നീക്കം. 24 തിരുവനന്തപുരം. CPIM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖയിൽ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നതായി പാർട്ടി മുഖപത്രം. പരമ്പരാഗത മേഖലകളെ സംരക്ഷിക്കണം എന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടതായി പീപ്പിൾസ് ഡെമോക്രസിയിലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സമഗ്രമായ ചർച്ചകൾക്ക് ശേഷമേ നയരേഖ നടപ്പാക്കൂവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയെക്കുറിച്ച് പ്രതികരിക്കാൻ CPIM കേന്ദ്ര നേതാക്കൾ തയ്യാറായിരുന്നില്ല. എന്നാൽ നവകേരള രേഖയിൽ വിയോജിപ്പുണ്ടായി എന്ന് CPIM മുഖപത്രം പീപ്പിൾസ് ഡെമോക്രസിയിലെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. 7 സ്ത്രീകൾ ഉൾപ്പെടെ 27 പ്രതിനിധികൾ ചർച്ചകളിൽ പങ്കെടുത്തു. പ്രതിനിധികൾ പൊതുവെ നിർദ്ദേശങ്ങളോട് യോജിച്ചെങ്കിലും കൃഷി, മത്സ്യബന്ധനം, കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ തുടങ്ങിയ പ്രാഥമിക ഉൽപാദന മേഖലകളെ സംരക്ഷിക്കണമെന്നും തൊഴിലാളികൾക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. രേഖ നടപ്പാക്കും മുമ്പ് പൊതുജനവിശ്വാസം നേടണമെന്നും നിർദ്ദേശമുയർന്നു. സമഗ്രമായ ചർച്ചകൾക്ക് ശേഷമേ നയരേഖ നടപ്പാക്കൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പിന്നാക്ക വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്നും പീപ്പിൾസ് ഡെമോക്രസിയിലെ റിപ്പോർട്ടിൽ പറയുന്നു. 24 ഡൽഹി.
എറണാകുളം ആലുവ അങ്കമാലി റെയിൽവേ ട്രാക്കിൽ മദ്യപിച്ച് ബോധരഹിതരായി കിടന്നവർക്ക് രക്ഷകനായി ലോക്കോ പൈലറ്റ്. കായംകുളം സ്വദേശി അൻവർ ഹുസൈന്റെ സംയോജിത ഇടപെടലാണ് 2 ജീവനുകൾ രക്ഷിച്ചത്. ശനിയാഴ്ച രാത്രിയാണ് ആലുവ അങ്കമാലി റെയിൽവേ ട്രാക്കിൽ മദ്യപിച്ച് ബോധരഹിതരായി 2 പേർ കിടന്നത്. ട്രാക്കിൽ കിടന്ന 2 പേരുടെയും തലയ്ക്ക് മുകളിൽ വരെ ഷാലിമാർ എക്സ്പ്രസിന്റെ എഞ്ചിൻ വന്നു നിന്നു. ഉടൻ ലോക്കോ പൈലറ്റിന്റെ സഡൻ ബ്രേക്ക്. രക്ഷപ്പെട്ടത് 2 ജീവനുകൾ. കായംകുളം സ്വദേശി അൻവർ ഹുസൈനിന്റേതാണ് സമയോചിത ഇടപെടൽ. മുൻപും പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമെന്നും അൻവർ ഹുസൈൻ 24-നോട്. ഞങ്ങൾ സാധാരണ പതിവ് പോലെ ഹോൺ അടിച്ചു. പക്ഷേ ഇവർക്ക് മാറാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളുടെ അതിനുള്ള ഒരു കപ്പാസിറ്റി അവർക്കില്ല. അവർ വളരെ ബുദ്ധിമുട്ടി ഒരാളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി എമർജൻസി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ ട്രെയിൻ ഏകദേശം ഒരു 50 മീറ്ററോളം എത്തിയപ്പോഴത്തേക്ക് ഇവർ ട്രാക്കിന് പാരലായിട്ട് വീണു. സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറിയ ഇഞ്ചുറിയോടുകൂടിയൊക്കെ രക്ഷപ്പെടുത്തേണ്ടവരാണെങ്കിൽ അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 2 പേരും ഒരു പോറൽ പോലും ഇല്ലാതെ രക്ഷപ്പെട്ടെങ്കിലും റെയിൽവേ പോലീസ് ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചു. 24 കൊച്ചി. ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില പവന് 66,000 രൂപയായി. പവന് 320 രൂപയും ഗ്രാമിന് 40 രൂപയുമാണ് ഇന്ന് കൂടിയത്. ഒരു പവന് 66,000 രൂപയും ഗ്രാമിന് 8,250 രൂപയുമാണ് ഇന്നത്തെ വില. ഒരു പവൻ ആഭരണ രൂപത്തിൽ ലഭിക്കാൻ 70,000 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തീരുവ നയങ്ങളിലെ അനിശ്ചിതത്വമാണ് വിലക്കയറ്റത്തിന് കാരണം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ.